പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോനും ചോറൊക്കെ കൊടുത്ത് അവന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ എന്നാൽ പോരാ അമ്മേൻ്റെ കൂടെ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ അവന് കൂട്ടിൽ കൊടുക്കും. എന്ന് വെച്ചാൽ കാണുന്ന എന്തെങ്കിലും പ്രാണികൾ വീണാൽ അങ്ങനെ കഴിക്കൂലേ. ടോബോട്ടൻ ഇച്ചിരി വിഷമത്തിലുള്ളത്. വിഷമം എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പേ ആരൂട്ടനും ടോബോട്ടനും കളിക്കുമ്പം അവനെ ഇങ്ങനെ മലർന്ന് കിടന്ന് തുള്ളി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ നൈല് പോയിട്ട്, അതായത് നഖം പോയിട്ട് ആരുവിൻ്റെ കവിളിൽ കൊണ്ട് ഇങ്ങോട്ട് വാ മോനോ, ഇങ്ങ് വാ അമ്മേൻ്റെ അടുത്ത് വാ. അപ്പോൾ അതിന് ശേഷം അവന് ഇച്ചിരി ഭയങ്കര ഒരു മൂഡ് ഓഫ്. എന്നാലും പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ കാണിച്ച് കൊണ്ടുപോയി അവന് ടി ടി ഒക്കെ എടുത്ത് ഇവന് ഓൾറെഡി ഞാൻ പിന്നെ ഇഞ്ചക്ഷൻ എല്ലാം കറക്റ്റിന് ചെയ്യുന്നത് കൊണ്ട് പേടിക്കാനൊന്നുമില്ല. അവനിപ്പോൾ ഓക്കെ ആയി. പക്ഷെ ഇപ്പം അവന് പേടിച്ചിട്ടിപ്പം എല്ലാവരും പറഞ്ഞ് അങ്ങനെ പോയി കളിക്കാൻ പാടില്ല, അവൻ്റെ കൂടെ കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞ്. ഇപ്പം അവനും വിഷമമാണ്, ഇവനും വിഷമമാണ്. കാരണം ഈ സമയത്തൊക്കെ അവൻ ഓടി വന്നിട്ട് ഭയങ്കരമായിട്ട് അവൻ്റെ കൂടെ രണ്ടിനും ബോധമില്ലാതെ കളിക്കും. കുഞ്ഞു പ്രായത്തിലേ അവരൊന്നിച്ച് കളിക്കുന്നതാണ്. പലപ്പോഴും ഇവൻ്റെ വാലൊക്കെ പിടിച്ച് പറിക്കും, അങ്ങനെ പിടിച്ച് വലിക്കും. നല്ല വേദനിച്ചാൽ പോലും ടോബോട്ടനൊന്നും ചെയ്യൂല അവനെ. അന്ന് ഇവന് കളി തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് എന്താ പറയണ്ടേ, സന്തോഷം കൂടിയപ്പോൾ ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് ചാടി കളിച്ചായിരുന്നു. ആ ചാടുമ്പം ആരൂട്ടൻ എന്തായെന്ന് വെച്ചാൽ വാലിൻ്റെ അരിയത്തായിരുന്നു അവനുണ്ടായിരുന്നത്. അവൻ്റെ കാലിൻ്റെ നഖം പോയിട്ട് കുഞ്ഞിൻ്റെ മുഖത്ത് കൊണ്ട്. അപ്പോൾ ഒന്നുമില്ല, അപ്പോൾ തന്നെ സോപ്പിട്ട് നന്നായിട്ട് കഴുകുകയൊക്കെ ചെയ്ത്. വാ അമ്മ ഇങ്ങോട്ട് വാ, അമ്മേൻ്റെ അടുത്ത് വാ. അപ്പം കഴുകുകയൊക്കെ ചെയ്ത് എല്ലാം അവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പിന്നെ ഞങ്ങൾ പോയിട്ട് ടി ടി അടിച്ച്. പക്ഷേ ടോബ് മോനിപ്പം കണ്ട അവൻ്റെ ഫേസ് കണ്ട നിങ്ങൾ, അവന് ഭയങ്കര ഒരു വിഷമമാണ് കുഞ്ഞിന്. അതുകൊണ്ട് ഞാനിപ്പോൾ അവനെ അധികം കൂട്ടിലിടാറേയില്ല. എന്നാലും അവനിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുക. നമുക്കില്ലേ, നമ്മൾ വിചാരിക്കും നമ്മൾ മനുഷ്യന്മാർക്ക് ആ വിഷമവും സങ്കടവും എല്ലാം ഉണ്ടാവുമെന്ന്. അത് നമ്മൾ വെറുതെ വിചാരിക്കുന്ന. നമ്മളെക്കാട്ട് 100 ഇരട്ടി വിഷമവും സങ്കടവും മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നവരായി ഇവർ. അത് ഞാനിപ്പോൾ 2 ദിവസം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ടോബോട്ടന് ഒരു മൂടുമില്ല. അവനാകെ ഞാൻ കൊടുക്കുന്ന ഫുഡ് കഴിക്കും, പിന്നെ കൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനേ അവന് ഇഷ്ടമില്ല. അല്ലെങ്കിൽ കൂട്ടിലിടാറില്ല. എന്നാലും ഇച്ചിരി സമയം ഇട്ട് കഴിഞ്ഞാൽ തന്നെ എങ്ങനെയെങ്കിലും കൂട് തുറക്കാൻ വേണ്ടിയിട്ട് സമയം കഴിച്ചു. പിന്നെ ആരൂട്ടൻ അങ്ങനെ വരുന്ന സൗണ്ട്, അവനവിടെയാണ് വീട്. അവനവിടെ നിന്ന് ഈ സമയത്ത് ഹോംവർക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് ഓടി വരും ഇവൻ്റെ കൂടെ കളിക്കാനൊക്കെ. പക്ഷേ ഇപ്പം ഇവൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾ, അവനൊരു മുഖത്തിന് ഒരു സന്തോഷവും. അല്ല എൻ്റെ കൂടെ കളിക്കാൻ വിളിച്ചാലൊക്കെ ഓടി വരുന്നതവൻ. ആരൂട്ടനെടുത്തു എടുപ്പോയി ആരൂട്ടെ. മോൻ വിഷമിക്കണ്ടടാ, അവനൊന്നും പറ്റിയിട്ടൊന്നുമില്ല, അവൻ ഓക്കെയാ. മോൻ കളിക്കണ്ട, നമുക്ക് വേണ്ട, അമ്മയുണ്ടല്ലോ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ. അമ്മ കളിക്കും കേട്ടാ. മോൻ എന്തെല്ലാം ടോയ്സ് ഉണ്ട് എല്ലാം എടുത്ത് കളിക്കാം കേട്ടോ കേട്ടാ. മോൻ്റെ കയ്യിൽ നിന്നാകും പല്ലൊന്നും കൊണ്ട് അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. അങ്ങനെ അമ്മേനെ നീ പിടിച്ച് എന്തൊക്കെ ചെയ്യും, അമ്മയ്ക്ക് ഇതുവരെ ഒരു ഇൻഫെക്ഷൻ ആവും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ മറ്റുള്ള പിന്നെ അത് കുഞ്ഞല്ലേ, അപ്പോൾ എല്ലാവർക്കും പേടിയുണ്ടാവും. പക്ഷെ എൻ്റെ മോൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് സങ്കടം. കാരണം അവനായിട്ട് ചെയ്തതല്ല, അവനറിയാതെ അവനെ ഇക്കിളിച്ചപ്പോൾ അവനിങ്ങനെ മലർന്ന് കിടന്ന് കളിക്കുമ്പോൾ പോയിട്ട് നഖം കൊണ്ടതാണ്. അപ്പോൾ ഓക്കെ, അവനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇനി മുതൽ കളിക്കില്ല അവർ. അതാണ് ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഇടാമെന്ന് വെച്ചത്. കാരണം ഇവർക്കും മനുഷ്യക്കുട്ടികൾക്ക് പിന്നെ ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇവരെ വാല് പിടിച്ചാലും പറഞ്ഞാലൊന്നും ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ, അല്ലേ വാവേ? അമ്മയുണ്ട്, ഞാനില്ല. ഞാൻ സത്യം പറയാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എവിടെ വേണമെങ്കിലും പോവാം. ഇപ്പം ഞാൻ മക്കളോട് പറഞ്ഞു, മിഞ്ഞാന്ന് മോള് വിളിച്ചപ്പം എന്നോട് ക്ഷമിക്കുന്ന ഒരു സങ്കടമൊന്നും. ഞാൻ പറഞ്ഞു സങ്കടമൊന്നും അല്ലടാ, ഞാനിപ്പോൾ ആരെയാണെന്നോ കൂടുതൽ സ്നേഹിക്കുന്നതെന്നറിയോ നിങ്ങൾക്കൊന്ന് വെച്ച്. അപ്പം അവൾ ആരെയാ, എന്നെയാ ഏട്ടനെയാ? ഞാൻ പറഞ്ഞു അല്ല. അച്ഛനെയാ? അല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ 5 പേരെയും അല്ല, ഞാനിപ്പോൾ സ്നേഹിക്കുന്നത് എൻ്റെ മോനെ, അവന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം അവൻ്റെ സ്നേഹം എനിക്കറിയാം, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ.
അവർക്കൊക്കെ ഇപ്പം എന്താ മോളെ ഹസ്ബൻഡ്, മോൻ്റെ ഭാര്യ, അവരൊക്കെ നല്ലോണം സ്നേഹിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കുന്നതാണ്. പക്ഷെ എൻ്റെ കുഞ്ഞിനാരുണ്ട്? അതുകൊണ്ട് എവിടെയും പോകുമ്പോൾ വരെ എനിക്ക് പേടിയാണ്. എന്തെങ്കിലും കാരണം ഇവരുടെ കാര്യം കഷ്ടത്തിലാവും. ഇവർ ആരും നോക്കത്തില്ല. ഇവർ എന്തോ എല്ലാവർക്കും ഒരു പേടി സ്വപ്നം പോലെയാണ്. മോനിങ്ങോട്ട് വാ. ഇവർ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് അവരുടെ സ്നേഹം എല്ലാത്തിനേക്കാളും കളങ്കമില്ലാത്ത സ്നേഹമാണ് ഇവർ. കുഞ്ഞോവേ വാ, അമ്മേൻ്റെ കൂടെ കളിക്കുക, അമ്മ കളിക്കാം, വാ വാ, നമുക്ക് മീനിനെയൊക്കെ നോക്കാമല്ലോ, വാടാ. അവൻ അടങ്ങി കിടക്കുകയില്ല, അവൻ്റെ കണ്ട അവൻ്റെ കളി. കുഞ്ഞോവ വാ, അമ്മേൻ്റെ അടുത്ത് വാ, ഓടി വാ, ഇനി വാ. ബോൾ എടുക്കാമല്ല, മോൻ്റെ ബോൾ, ടോയ്സ് എന്തൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ, കൂട്ടിൻ്റെ മുകളിൽ. നീ അതൊന്നും എടുത്ത് കളിക്കൂലല്ലോ, വാ അമ്മേൻ്റെ കൂടെ വാ, അമ്മേൻ്റെ പൊന്നു വാ, ഓടി വാ. ഓക്കെ. ഇച്ചിരി ഞാൻ എല്ലാവരും സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നെ ടോബോട്ടിനെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പം എൻ്റെ ഒരു എൻജോയ്മെൻറ്റ് നിങ്ങളാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ കാണുമ്പം ഒരു ത്രില്ലാണ് എനിക്ക്. കാരണം ആരൊക്കെയുള്ളതുപോലെ ഒരു തോന്നല. പലരും നല്ല നല്ല കമൻറ്റാണ് ഇടാറ്. അവർക്കൊക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും എൻ്റെ കുഞ്ഞുമോൻ്റെ സ്നേഹ എന്താ പറയണ്ടേ, താങ്ക് യു ഹലോ എല്ലാവരോടും. ബൈ, ഗുഡ് നൈറ്റ്.